കായംകുളം നഗരസഭ ഭവന നിർമ്മാണ സമിതിയുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച കാരുണ്യ ഭവനത്തിന്റെ താക്കോൽ ദാനം നടന്നു. കായംകുളം നഗരസഭ 3-ാം വാർഡിൽ തെക്കേ തലയ്ക്കൽ ശശികുമാറിനും സഹോദരി സുശീലയ്ക്കുമായി ഭവന നിർമ്മാണ സമിതിയുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച കാരുണ്യ ഭവനത്തിന്റെ താക്കോൽ ദാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ നിർവഹിച്ചു. ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മത്തിൽ നമ്മളെല്ലാവരും സാക്ഷിയാവുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് അടച്ചുറപ്പുള്ള ഒരു വീട് എന്നുള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ നേരത്തെ സൂചിപ്പിച്ച മെമ്പർ മിനി സലീം സൂചിപ്പിച്ച പോലെ, ഹരിലാൽ സൂചിപ്പിച്ച പോലെ, ശശിക്കും സുശീലയ്ക്കും അങ്ങനെ ഒരു വീട് ഒരു ദിവാസ്വപ്നം മാത്രമായിരുന്നു. നമ്മുടെ ഈ നാട്ടിലെ എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി അവർക്കിപ്പോൾ ഒരു നല്ല വീട് എന്നുള്ള സ്വപ്നം നമ്മൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. അതിൽ പങ്കാളികളായ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കാൻ മാത്രം ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കൗൺസിലർമാരായ മിനി സലീമിന്റെയും ഹരിലാലിന്റെയും നേതൃത്വത്തിലാണ് ശശിക്കും സുശീലയ്ക്കും സ്നേഹഭവനം ഒരുക്കിയത്. ഭവന നിർമ്മാണ സമിതി ചെയർമാൻ പി ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. മിനി വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ സംസാരിച്ചു. വളരെ ശശി കുറേ നാൾ ഈ വീടുമായി ബന്ധപ്പെട്ട് വേറെ സർക്കാരിൻ്റെ യാതൊരുവിധ ആനുകൂല്യങ്ങളും മിനി പറഞ്ഞതുപോലെ അവർക്ക് കിട്ടാത്ത ഒരു സാഹചര്യത്തിലെ പല പ്രാവശ്യവും നമ്മൾ നവകേരള സദസ്സിലെ ഒരു അപേക്ഷ കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിനൊരു DPR-നകത്ത് ഉൾപ്പെടുത്താമെന്നും പറഞ്ഞൊരു കത്ത് നമുക്ക് ലഭിച്ചു. അതിനൊക്കെ സമയം എടുത്താൽ ഇത് കിട്ടാനൊരു ചാൻസ് കുറവ്. അതുകൊണ്ട് വസ്തുക്കളുടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ശശി എനിക്കൊരു വീട് ഇത് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അന്നേരം എല്ലാവരോടും ഓടി വന്ന് നിങ്ങൾ ആ സമയത്ത് വന്ന് ഞങ്ങളൊന്നും ഇല്ലാതായിപ്പോയി കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്രയും നല്ലൊരു വീട് ഞങ്ങൾക്കൊന്ന് കയറി കിടക്കാൻ സാഹചര്യത്തിലൊരെണ്ണം ചെയ്തു തരണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരോടും അന്ന് എല്ലാവരോടും അവിടെ വന്ന് ഞങ്ങൾ വീട് നോക്കിയപ്പോൾ മൊത്തം ആകെപ്പാടെ തകർന്ന് കരിപ്പണമായിട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ എന്തിനു പറയാം, ഞാനും അജയനും വിജേഷും കൂടെ നമ്മുടെ അജികുമാർ സാറിൻ്റെ വീട്ടിൽ ചെന്ന് മിനിയും കൂടെ കൂട്ടി യോജിപ്പിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല ഒരു പ്രതികരണം എല്ലാ ഭാഗത്തു നിന്നും നമുക്കുണ്ടായി. പ്രിയമുള്ളവരെ, ഞാൻ കഴിഞ്ഞ 2015-20 ഇവിടെ കൗൺസിലറായിട്ട് വന്ന സമയത്ത് ഇവിടെ ഈ വീടിൻ്റെ ഗൃഹനാഥയായിട്ടുള്ള കുട്ടിയമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അന്ന് ഇവർക്കൊരു വീട് നിർമ്മിച്ച് നൽകണമെന്ന് വിചാരിച്ച് PMAY പദ്ധതി പ്രകാരം വീടിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ഇതിൻ്റെ ആധാരം അച്ഛൻ്റെ പേരിലായിരുന്നു. അത് കാരണം നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് ഞാൻ ഇവരെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അരി സാധനങ്ങൾ അങ്ങനെയുള്ള പലവ്യഞ്ജനം കിട്ടുന്ന രീതിയിലേക്ക് ആക്കിയെടുത്തു. വീട് പൊളിഞ്ഞ് വീഴാറായ സർക്കാരിൻ്റെ ഒരു ആനുകൂല്യം ഇവർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ കൗൺസിലർ അല്ലാതായി 2020-25 വേറെ കൗൺസിലർ വന്നു. അങ്ങനെ ഈ 25 ഏകദേശം ഒരു 6 മാസത്തിന് മുമ്പ് ഇതുപോലെ സഖാവ് ഹരിലാലും അജയനും ഒക്കെ കൂടെ ചേർന്ന് ഈ വീടിൻ്റെ പുനർനിർമ്മാണം നടത്തി കൊടുക്കണമെന്നുള്ള രീതിയിൽ അഡ്വക്കേറ്റ് അജികുമാറിൻ്റെ അടുത്ത് ചെല്ലുകയും അജികുമാർ പറഞ്ഞു മിനിയും കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്കിത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. കൺവീനർ മിനി സലീം, രക്ഷാധികാരി എ വാഹിദ്, ട്രഷറർ വിജീഷ് വിജയൻ, നഗരസഭാ കൗൺസിലർ എ അബ്ദുൾ വാഹിദ്, എ റഹീം, ഉണ്ണി ജെ വാര്യത്ത്, അഡ്വക്കേറ്റ് എച്ച് സുനി, ശിവപ്രസാദ്, റെജീല നാസർ, അഡ്വക്കേറ്റ് രവീന്ദ്രൻ, നൌഷാദ് ഇല്ലിക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.